കർത്താവിൻ്റെ പരിശുദ്ധനാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ദൈവവചനത്തിന് മുമ്പായി കടന്നു വരുവാൻ കർത്താവ് നൽകി തന്ന നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്നേഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 2-ാം അധ്യായമാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ചു വന്നത്. പെന്തക്കോസ്ത് നാളിലെ പ്രതിവാസത്തെക്കുറിച്ച്, അനുഭവത്തെക്കുറിച്ച് നമുക്ക് അല്പമായി ധ്യാനിപ്പാനായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ദൈവം ഇടയാക്കിയല്ലോ. അതിൻ്റെ 14 മുതലുള്ള വേദഭാഗങ്ങളിലേക്ക് നമുക്ക് ഇന്ന് രാത്രിയിൽ കടന്നു വരാം എന്ന് ചിന്തിക്കുന്നു. 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പെന്തക്കോസ്ത് നാളിൽ നടന്ന ആ സംഭവത്തെയാണ് ലൂക്കോസ് വിവരിച്ചിരിക്കുന്നതെങ്കിൽ എന്തായിരുന്നു ആ സംഭവമെന്ന് പത്രോസ് വിശദീകരിക്കുന്ന വാക്യങ്ങളാണ് 14 മുതൽ അതിൻ്റെ ഒടുവ് വരെയുള്ള 47 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസിൻ്റെ പ്രസംഗത്തിലൂടെ എന്താണ് പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചത് എന്ന് ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന, എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്ന, വിശദീകരിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് ഈ സംഭവത്തെ വിലയിരുത്തിക്കൊണ്ട് ആധികാരികമായി പത്രോസ് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഈ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ പുസ്തകം നമ്മൾ ആരംഭത്തിലെ ഞാൻ ഓർപ്പിച്ചിരുന്നൊരു ചരിത്ര പുസ്തകമായിട്ടാണ് നമ്മൾ സാധാരണ പഠിക്കാറുള്ളത്. അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ ഏക ചരിത്ര പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. ലൂക്കോസാണ് അതിൻ്റെ രചയിതാവ്. എന്നാൽ ഈ പുസ്തകം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പഠന വിഷയം അപ്പോസ്തല പ്രവൃത്തികളിലെ പ്രസംഗങ്ങളാണ്. ധാരാളം പ്രസംഗങ്ങൾ ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചില ആമുഖം ഓർപ്പിച്ചിട്ട് നമുക്ക് പത്രോസിൻ്റെ പ്രധാന പ്രസംഗത്തിലേക്ക് നമുക്ക് കടക്കാം. 14-ാം വാക്യം മുതൽ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത് ഫസ്റ്റ് മെസ്സേജാണ്, അല്ലെങ്കിൽ പത്രോസിൻ്റെ പ്രധാനപ്പെട്ട പ്രസംഗമാണ് നമ്മൾ 14-ാം വാക്യം മുതൽ അതിൻ്റെ ഒടുവ് വരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മളിതിനെ ഒരു ചരിത്ര പുസ്തകം എന്ന് പറയുമ്പോൾ തന്നെ ഇത് പ്രസംഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകം കൂടെയാണ്. അതിൻ്റെ ഒരു ശതമാന കണക്ക് പറഞ്ഞാൽ ഇതിനകത്ത് ഏകദേശം 19 പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും പത്രോസിൻ്റെ 8 പ്രസംഗങ്ങളുണ്ട്. 1, 2, 3, 4, 5, 10, 11, 15 എന്നീ അധ്യായങ്ങളിൽ പത്രോസിൻ്റെ പ്രധാനപ്പെട്ട 8 പ്രസംഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ സ്തേഫാനോസിൻ്റെ ഒരു പ്രസംഗം കാണുന്നുണ്ട്. 15-ാം അധ്യായത്തിൽ യെരുശലേം കൗൺസിൽ കൂടുമ്പോൾ അവിടെ യാക്കോബിൻ്റെ ഒരു പ്രസംഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 8 × 2 = 10 പിന്നീടുള്ള 9 പ്രധാന പ്രസംഗങ്ങൾ അപ്പോസ്തലനായ പൗലോസിൻ്റേതാണ്. അത് നമ്മൾ കാണുന്ന 13-ാം അധ്യായത്തിൽ, 14-ാം അധ്യായത്തിൽ, 17-ാം അധ്യായത്തിൽ, 20-ാം അധ്യായത്തിൽ, 28-ാം അധ്യായത്തിൽ, 22 മുതൽ 26 വരെയുള്ള അധ്യായങ്ങളിൽ ഇങ്ങനെ 9 പ്രസംഗങ്ങൾ പൗലോസിൻ്റേതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 19 പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ അപ്പോസ്തല പ്രവൃത്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ നടന്നു വന്ന ചരിത്രങ്ങളുടെ ഒരു, അല്ലെങ്കിൽ ചരിത്ര സംഭവങ്ങളുടെ ഒരു സംക്ഷിപ്തമായിട്ടാണ് നമ്മളിത് പഠിക്കുന്നതെങ്കിലും പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പ്രസംഗങ്ങൾ അതേപടി എഴുതി വച്ചിരിക്കുന്നു. ഒരു വേദചിന്തകൻ അതിനെ ഒരു ശതമാന കണക്കിൽ പറഞ്ഞാൽ ഏകദേശം 20-25% അപ്പോസ്തല പ്രവൃത്തിയിൽ പ്രസംഗങ്ങളാണ്. 25% അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം പ്രസംഗങ്ങളാണ്. നമ്മൾ ഈ കണ്ട 19 പ്രസംഗങ്ങൾക്ക് വേണ്ടി അത്രയും ഭാഗങ്ങൾ വിനിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഈ പുസ്തകം തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, അതിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ലൂക്കോസ് ഇത് എഴുതുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാളുവരെ അവൻ ചെയ്തും
ഉപദേശിച്ചും തുടങ്ങിയ. അപ്പോൾ ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല, ഉപദേശത്തെക്കുറിച്ചും. അത് കർത്താവ് പറഞ്ഞതും കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവ് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണല്ലോ ശിഷ്യന്മാർ ആ ദൗത്യം ഏറ്റെടുക്കുന്നത്. അപ്പോൾ ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല, പറഞ്ഞതും ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഒരു അറിവിനായി ഞാനത് ഓർപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എന്ന് പറയുമ്പോൾ അത് പ്രസംഗങ്ങളുടെ ഒരു പുസ്തകം കൂടെയാണ്. 19 പ്രസംഗങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഏകദേശം ആ ബുക്കിൻ്റെ 25% പ്രസംഗങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ലൂക്കോസ് തന്നെ പറയുന്നുണ്ട്, കർത്താവ് ആരോഹണം ചെയ്ത നാളുവരെ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച്. അപ്പോൾ അവൻ്റെ ഉപദേശത്തെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവ് അരുളി ചെയ്ത് തുടർന്ന ശിഷ്യന്മാർ പിന്തുടർന്നതായ ദൈവിക സന്ദേശങ്ങളൂടെ ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പ്രധാന ചോദ്യമുണ്ട്. നമ്മൾ തന്നെ ഇപ്പോൾ ഒരു മണിക്കൂർ പ്രസംഗം ഒരാളെ കേൾക്കുകയാണ്. നമുക്ക് എത്രമാത്രം അത് മൊത്തം ഓർത്തിരിക്കാൻ പറ്റും? അസാധ്യമാണ്. എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാം വേർഡ് ടു വേർഡ് ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഓർത്തിരിക്കും, അല്ലെങ്കിൽ ആ വേദഭാഗം ഓർത്തിരിക്കും. കുറിച്ചിടുന്നവർ കുറച്ചുകൂടെ കാര്യങ്ങൾ ഓർത്തിരിക്കും. പക്ഷെ ഒരിക്കലും ആ പ്രസംഗത്തിന് ഉപയോഗിച്ച വാക്കുകളും അതിനകത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് സാധ്യമായൊരു കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ ഈ 19 പ്രസംഗം അപ്പോസ്തല പ്രവൃത്തിയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലൊന്നാമത്തെ പ്രസംഗമാണ് നമ്മൾ ഇന്ന് രാത്രിയിൽ അല്പസമയം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. പത്രോസിന്റെ പ്രസംഗം തന്നെ എടുത്തു നോക്കിയ പ്രധാന പ്രസംഗം. വേദപണ്ഡിതന്മാരായ ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ഈ പ്രസംഗങ്ങളെല്ലാം എങ്ങനെയാണ് ലൂക്കോസിന് ഇങ്ങനെ രേഖപ്പെടുത്താനായിട്ട് കഴിഞ്ഞത്? അതെല്ലാം വേർഡ് ടു വേർഡ്, അല്ലെങ്കിൽ ആ പ്രസംഗം അങ്ങനെ പകർത്തുകയായിരുന്നോ? അങ്ങനെ പകർത്തണമെങ്കിൽ ഒന്ന് നേരിട്ട് ലൂക്കോസ് അത് കേട്ടിരിക്കണം, അല്ലെങ്കിൽ 2 സോഴ്സുകളാണുള്ളത്. ഒന്നിൽ നേരിട്ട് കേൾക്കണം. നമുക്കറിയാം അന്ന് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല, അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അന്നുണ്ട് ഉള്ള രീതി എന്ന് പറയുന്നത് ഒന്നിൽ നേരിട്ട് കേൾക്കുക. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പൗലോസിൻ്റെ പല പ്രസംഗങ്ങളും ലൂക്കോസ് നേരിട്ട് കേട്ടിട്ടുണ്ട്. ലൂക്കോസ് പൗലോസിൻ്റെ സഹയാത്രികനായിരുന്നു. അപ്പോൾ അങ്ങനെ നേരിട്ട് കേട്ടതുകൊണ്ട് രേഖപ്പെടുത്തിയതായിരിക്കാം, അല്ലെങ്കിൽ നേരിട്ട് കേട്ട ഒരാളിൽ നിന്ന് അത് ലഭിച്ചതായിരിക്കാം. ഇങ്ങനെ 2 സോഴ്സുകളെ അന്നുള്ളൂ. എന്നിരുന്നാലും ഒരു പ്രസംഗം അതേപടി രേഖപ്പെടുത്തുവാൻ സാധ്യമാണോ? ഈ പ്രസംഗങ്ങളെല്ലാം ഈ പറയുന്ന വ്യക്തികളുടെ തന്നെയാണോ? അതെല്ലാം അതേപടി കൃത്യമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകാം. നമ്മൾ ദൈവനം പഠിക്കുന്നതുകൊണ്ട് 2-3 ചിന്ത അതിൽ വരാറുണ്ട്. ഇപ്പം നമ്മൾ തന്നെ ഓർക്കുക, ഒരു പ്രസംഗം, പത്രോസിൻ്റെ പ്രസംഗം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് പത്രോസ് പ്രസംഗിച്ച അതേ കാര്യങ്ങൾ അങ്ങനെ രേഖപ്പെടുത്തിയതാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് 2-3 മറുപടികൾ വേദപണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. ഒന്ന്, ഒരു കൂട്ടർ പറയുന്നത് അത് ആ പ്രസംഗമെല്ലാം അതേപടി വേർഡ് ടു വേർഡ്, ഒരു വാക്കുപോലും വിടാതെ പകർത്തി എന്നുള്ളതല്ല, മറിച്ച് ആ പ്രസംഗങ്ങളുടെ പ്രധാന ചിന്ത അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ലൂക്കോസ് രേഖപ്പെടുത്തിയതാകാം എന്ന് പറയുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അതിൻ്റെ കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ 2-ാം അധ്യായം അതിൻ്റെ ഈ പത്രോസിൻ്റെ പ്രസംഗം തന്നെ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ 40-ാം വാക്യം ഒന്ന് വായിക്കാമോ? 2:40. അപ്പോൾ ലൂക്കോസ് തന്നെ പറയുന്നുണ്ട്, ഈ പത്രോസിൻ്റെ പ്രസംഗം 2-ാം അധ്യായത്തിലെ കംപ്ലീറ്റ് അല്ല, മറ്റു പല വാക്കുകളാലും. അതെന്താണെന്ന് പറഞ്ഞിട്ടില്ല അവിടെ. അപ്പം ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്, അത് കംപ്ലീറ്റ് അല്ല ആ പ്രസംഗം. അപ്പം അതാണ് അവർ പറയുന്നത്. ലൂക്കോസ് അതിൻ്റെ പ്രധാന ഭാഗം, പത്രോസിൻ്റെ മെസ്സേജിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 40-ൽ വന്നപ്പോൾ ലൂക്കോസ് പറയാണ്, മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രബോധിപ്പിച്ചിട്ടുണ്ട്. അത് രേഖപ്പെടുത്തിയിട്ടില്ല, അതെല്ലാം അതുപോലെ എഴുതിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സമ്മറി, രത്നച്ചുരുക്കം, പ്രധാന ഭാഗങ്ങൾ ലൂക്കോസ് രേഖപ്പെടുത്തി എന്ന് ഒരു കൂട്ടർ അതിനെക്കുറിച്ച് പറയുന്നു. എന്നാൽ രണ്ടാമതൊരു കൂട്ടർ പറയുന്ന ഒരു ചിന്താഗതിയുണ്ട്. അത് ആ എഴുത്തിൻ്റെ ശൈലിയെക്കുറിച്ചാണ്. അന്നുണ്ടായിരുന്ന
എഴുത്തുകാരൊക്കെ തന്നെ ചരിത്ര പുസ്തകങ്ങളൊക്കെ എഴുതുമ്പോൾ ഈ ചരിത്ര പുസ്തകങ്ങളിൽ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്, രാജാക്കന്മാരാകാം, അന്നത്തെ ഭരണരംഗത്തെ പ്രമുഖരാകാം, പട്ടാള മേധാവികളാകാം, ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിൻ്റെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്പീച്ച് എഴുത്തുകാർ തന്നെ കമ്പോസ് ചെയ്തിടുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു. കാരണം ആ ക്യാരക്ടേഴ്സിൻ്റെ സ്വഭാവം അവർ നല്ലതുപോലെ പഠിക്കും. എന്നിട്ട് അവർ പ്രസംഗിക്കുന്നതായിട്ട് ഒരു പ്രസംഗം ഈ എഴുത്തുകാർ തന്നെ, ചരിത്രകാരന്മാർ തന്നെ എഴുതുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ ഒരു കൂട്ടർ വാദിക്കുന്നത് ലൂക്കോസ് തന്നെ ഒരു പക്ഷേ ഇത് കമ്പൈൽ ചെയ്തല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത് എഴുതിയതായിരിക്കാം എന്ന് പറയുന്നവരുണ്ട്. ഇതൊക്കെ ചില ചിന്തകളാണ് നമ്മളൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി. എന്നാൽ നമ്മെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, 1-ാം അധ്യായത്തിലെ ആ 3-ാം വാക്യം നമുക്ക് ധാരാളം മതി. അവിടെ ലൂക്കോസ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ കാര്യങ്ങൾ വെറുതെ എഴുതിയതല്ല. അവിടെ ലൂക്കോസ് എടുത്തു പറയുന്നുണ്ട്, സകലത്തെയും കുറിച്ച് വളരെ വിശദമായി, ഇല്ലേ? നമ്മളവിടെ വായിക്കുന്നുണ്ട്, ഉപദേശിച്ചു തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നുവല്ലോ. അവൻ കഷ്ടമനുഭവിച്ച ശേഷം 40 നാളും അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ ഇതെല്ലാം പറഞ്ഞിട്ട് വളരെ കൃത്യമായി ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വളരെ റിസർച്ച് ചെയ്ത് വളരെ ആഴമായി തനിക്ക് ലഭിച്ച സോഴ്സുകളിൽ നിന്നെല്ലാം വളരെ വ്യക്തതയോടുകൂടെയാണ് ലൂക്കോസ് ഇത് രേഖപ്പെടുത്തുന്നതെന്ന് നമുക്കതിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിശ്വസനീയമായ ഒരു ചിന്തയെന്ന് പറയുന്നത് 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അവൻ ചെയ്ത കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ ദാസനായ ലൂക്കോസിന് താൻ നേരിട്ട് കേട്ടതും മറ്റുള്ളവരിൽ നിന്ന് കേട്ടതുമായ സോഴ്സുകളെല്ലാം ഉപയോഗിച്ച് ദൈവത്തിൻ്റെ ദാസന്മാർ പ്രസംഗിച്ചതായ വചനങ്ങളെ അതേപടി ഒരുപക്ഷെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിശ്ചയമായിട്ടും രേഖപ്പെടുത്തുവാൻ ദൈവം തന്നെ സഹായിച്ചു എന്നുള്ളത് തർക്കമറ്റൊരു സംഗതി തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് നമുക്ക് ഈ പ്രസംഗങ്ങളെല്ലാം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട 19 പ്രസംഗങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നു. ഇനി നമ്മൾ ആ പ്രസംഗത്തിലേക്ക് വരികയാണ്. അതിനെക്കുറിച്ചൊരു മുഖവുര ഞാൻ ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. 2-ാം അധ്യായം 14-ാം വാക്യം മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ പത്രോസ് എഴുന്നേറ്റ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറയുകയാണ്, പ്രസംഗിക്കുകയാണ്. ഈ സംഭവിച്ച കാര്യം എന്താണ്? ഈ യെരുശലേമിൽ സംഭവിച്ച ഈ പെന്തക്കോസ്ത് നാളിൽ ഈ സംഭവിച്ച കാര്യങ്ങൾ 3 പ്രധാന കാര്യങ്ങൾ പറയുകയാണ്. ഇത് മറ്റൊന്നുമല്ല, പഴയ നിയമത്തിലെ യോവേൽ പ്രവചനത്തിലെ 2-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവിടെ പറയുന്നത്, യോവേൽ പ്രവചനത്തിൽ പരിശുദ്ധാത്മാവ് മുൻകൂട്ടി അരുളി ചെയ്തതായ ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവൃത്തിയാണിത് എന്ന് പത്രോസ് അവിടെ സ്ഥാപിക്കുകയാണ്. 16-ാം വാക്യത്തിൽ അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നോക്കിയേ, ഇതെന്നവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ സംഭവിച്ച കാര്യങ്ങളെല്ലാം, പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം സംക്ഷിപ്തമായി പറഞ്ഞിരിക്കുന്നൊരു പദമാണ്. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതാണ്, അരുളി ചെയ്ത കാര്യമാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. യാദൃച്ഛികമായൊരു സംഭവമല്ല, ഇത് യോവേൽ പ്രവാചകൻ അരുളി ചെയ്ത കാര്യമാണ്. എന്താണ് 17-ാം വാക്യത്തിന്റെ ആരംഭം നമ്മൾ വായിക്കുമ്പോൾ, അന്ത്യകാലത്ത്, നമ്മൾ ആ പ്രവചന പുസ്തകത്തിലെ ആ വാക്യങ്ങളോടെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്. അവിടെ വാസ്തവത്തിൽ അതിനുശേഷം എന്നുള്ള വാക്ക് മാറ്റി അന്ത്യകാലത്തെന്ന് അവിടെ ചേർത്തിട്ടുണ്ട്. ചില മാറ്റങ്ങളോടുണ്ട്. അന്ത്യകാലം എന്ന് പറയാൻ കാരണം നമുക്കറിയാം, പരിശുദ്ധാത്മാവിനെ 2-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ ജനത്തിനുമേൽ അല്ലെങ്കിൽ കാത്തിരുന്നവരുടെ മേൽ ദൈവം തൻ്റെ ആത്മാവിനെ പകർന്നു കഴിഞ്ഞപ്പോൾ അത് അന്ത്യകാലത്തിൻ്റെ തുടക്കമായി, അല്ലെങ്കിൽ ആത്മാവിൻ്റെ പ്രവൃത്തി തൻ്റെ ജനത്തിൻ്റെ മേൽ ദൈവം അയച്ചു കഴിഞ്ഞപ്പോൾ അത് ഒരു എൻഡ് ടൈമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ആ സമയമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരും.
ഇനി അത് മാത്രമല്ല, അതിന്റെ 21-ാം വാക്യം വളരെ പ്രത്യേകതയുള്ളതാണ്. 21-ാം വാക്യത്തിൽ അവിടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞാണ് അത് അവസാനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ കൊട്ടേഷൻ അവസാനിക്കുന്നത്. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും. അപ്പോൾ യോവേൽ പ്രവാചകൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അതിന്റെ നിവൃത്തിയാണ് ഈ സംഭവം. 2 പ്രധാനമായി ഇവിടെ പറയുന്നു, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനേവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു എന്നുള്ള സത്യവും ഇവിടെ പത്രോസ് ഉറപ്പിച്ചു പറയുകയാണ്. താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ 22 മുതൽ നമ്മൾ വായിക്കുമ്പോൾ 1-2 വാക്യങ്ങൾ താഴോട്ട് നമുക്ക് വായിക്കാം. 22 മുതൽ. അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. മതി, കർത്താവിന് സ്തോത്രം. ഈ ഭാഗം നമ്മൾ താഴോട്ട് 22 മുതൽ അതിന്റെ 41 വരെയുള്ള വാക്യങ്ങളിൽ പിന്നീട് നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച്. അപ്പോൾ പഴയ നിയമത്തിലെ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ച് ഈ പെന്തക്കോസ്ത് നാളിന്റെ വിശദീകരണം കൊടുത്തതിന് ശേഷം അവരോട് സുവിശേഷം പ്രസംഗിക്കുകയാണ്, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് അവരോട് സാക്ഷിക്കുകയാണ്. പത്രോസ് യേശുവിനെ കുറിച്ച് അവരോട് പറയുന്ന ആ പ്രധാന ഭാഗം വളരെ ചിന്തനീയമാണ്. വേദപുസ്തകത്തിലെ ഒരുപക്ഷെ സുവിശേഷം എന്താണ്, എങ്ങനെയാണ് ഒരാളോട് പ്രതിപാദിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നതെന്ന് സംക്ഷിപ്തമായി വിവരിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവിക സന്ദേശമാണ് ഈ 22 മുതൽ നമ്മളതിനെ 41 വരെ വായിക്കുന്ന വേദഭാഗം. 6 ഭാഗമായിട്ട് അതിനെ തിരിച്ചാണ് സാധാരണ നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതായത് യേശുക്രിസ്തുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി 5-6 കൂട്ടം കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി തന്നെ അവിടെ പറയുന്നു, ഇസ്രായേൽ പുരുഷന്മാരെ, പത്രോസിന്റെ പ്രധാന പ്രസംഗങ്ങളിൽ പറയുന്നു, ഈ വചനം കേട്ടുകൊള്ളുവീൻ. എന്താണ് ആ വചനത്തിന്റെ സംക്ഷിപ്തം? നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും ഇവ കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറേനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ച് കൊന്നു. എത്ര സ്പഷ്ടവും വ്യക്തമായിട്ട് പത്രോസ് യേശുവിനെ ആ കേൾവിക്കാരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുകയാണ്. അതിൽ പ്രാരംഭമായി സൂചിപ്പിക്കുന്ന കാര്യം യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചാണ് പറയുന്നത്. ജീവിതത്തെയും ശുശ്രൂഷയും കുറിച്ചാണ് പറയുന്നത്. നോക്കിയേ, എന്താണ് കർത്താവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പത്രോസ് അവിടെ എടുത്തു പറയുന്നത്? ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും. 3 പദങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് 3 പദങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. വെറുതെ അങ്ങ് പറയുന്നതല്ല, അതിനെല്ലാം ഒരു അർത്ഥ വ്യാപ്തിയുണ്ട്. അപ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ പത്രോസ് പറയാണ്, നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്കൊരു പക്ഷേ അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, പക്ഷേ യേശുവിനെ കൊണ്ട് പിതാവായി ദൈവം ചെയ്യിച്ച ശക്തി എന്നവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവശക്തിയെക്കുറിച്ചാണ്. ദൈവശക്തിയുടെ പ്രദർശനമായി കർത്താവ് പല കാര്യങ്ങൾ അവർ മധ്യ ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം. അപ്പോൾ ദൈവശക്തിയുടെ പ്രദർശനം. 2 അടയാളം എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും. ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ജനം ആശ്ചര്യപ്പെട്ടു എന്ന് പലയിടങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ആശ്ചര്യകരമായൊരു പ്രവൃത്തിക്കാണ് അത്ഭുതം എന്ന് പറയുന്നത് ബൈബിളിൽ. 3 അടയാളം എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർപ്പിച്ചിരുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും പലയിടങ്ങളിൽ ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണമുണ്ട്. എപ്പോഴും അടയാളങ്ങളെല്ലാം ഒരു സ്പിരിച്വൽ ട്രൂത്തിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നതായിരിക്കും. ഒരു ആത്മീയ സത്യത്തെ കാണിക്കാനാണ് ഒരു അടയാളം കർത്താവ് ചെയ്യുന്നത്. ഒരു അടയാളത്തിനു വേണ്ടി ഒരു അടയാളം കാണിക്കുകയല്ല, ഒരു അത്ഭുതത്തിനു വേണ്ടി ഒരു അത്ഭുതം ചെയ്യുകയല്ല. ഒന്നുകൂടെ പറഞ്ഞാൽ മനുഷ്യനെ പരിഭ്രമിപ്പിക്കാൻ വേണ്ടി ഒരു അത്ഭുതം കാണിക്കുകയല്ല. അങ്ങനെ ചെയ്യുന്നവർ അന്നുണ്ടായിരുന്നു. യേശുവിൻ്റെ കാലഘട്ടത്തിൽ വണ്ടർ വർക്കേഴ്സ് എന്ന് പറയുന്നൊരു കൂട്ടരുണ്ടായിരുന്നു. നമുക്കറിയാം, ഇന്നും അങ്ങനെയുള്ള ആളുകളുണ്ട്. മനുഷ്യനെ നമ്മൾ പറയാറുണ്ടല്ലോ, മായാജാലങ്ങളും അത്ഭുത സിദ്ധികളും ഒക്കെ ഉള്ള മനുഷ്യരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള മനുഷ്യരെ ഭ്രമിപ്പിക്കുന്ന ആളുകളുണ്ട്.
നമുക്കതിനെ നിഷേധിക്കാൻ സാധ്യമല്ല. എന്നാൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, ശക്തികൾ എന്ന് പറയുമ്പോൾ നമ്മളതിനെ വിവേചിച്ച് മനസ്സിലാക്കണം. ദൈവശക്തി എന്ന് പറയുന്നത് അതെപ്പോഴും ഇവിടെ പറഞ്ഞിരിക്കുന്ന ശക്തികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവശക്തിയെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ ശക്തി ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയുക. 2, അത്ഭുതം, ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്ചര്യപ്പെടുന്നു. 3, അടയാളം, ഒരാത്മീയ സത്യത്തിലേക്ക് അവനെ അത് വഴി നടത്തുന്നതായിരിക്കണം ഒരത്ഭുതം. എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ദൈവവചനത്തിലൂടെ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഈ ഇസ്രായേൽ പുരുഷന്മാരോട് അല്ലെങ്കിൽ തൻ്റെ കേൾവിക്കാരോട് സംസാരിക്കുമ്പോൾ ഒന്നാമതായിട്ട് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെയും ശുശ്രൂഷയും കുറിച്ചാണ് പത്രോസ് സംസാരിക്കുന്നത്. 2, തൻ്റെ മരണത്തെക്കുറിച്ച് പത്രോസ് പറഞ്ഞ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. 23-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അപ്പോൾ 1, തൻ്റെ ജീവിതവും ശുശ്രൂഷയും, അത് ദൈവത്തിൻ്റെ ശക്തിയും അത്ഭുതങ്ങളും അടയാളം കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനാണ് ആര്? യേശു ക്രിസ്തു. 2, അവൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നു. നസറേനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചു തന്നു. ആ ഏൽപ്പിച്ചു തന്നു എന്നുള്ള പദം യൂദ യേശുവിനെ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്ന ആ സെയിം പദം തന്നെയാണ്. നമുക്കറിയാം, യേശുവിനെ കാണിച്ചു കൊടുത്ത യൂദയാണ്. അതേ വേർഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏൽപ്പിക്കുക എന്ന പദവും ഗ്രീക്ക് ഭാഷയിൽ സെയിം വേർഡാണ്. അതിൻ്റെ അർത്ഥം പത്രോസ് പറയുകയാണ്, യൂദ കാണിച്ചു കൊടുത്തു എന്നുള്ളത് ശരിയാ, പക്ഷേ അത് സംഭവിച്ചത് പത്രോസ് ഇവിടെ സ്ഥാപിക്കുകയാണ്, യേശുവിനെ ദൈവമാണ് എന്ത് ചെയ്തത്? തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തിൻ്റെ മുന്നറിവിനാലും സ്ഥിരനിർണയത്താലുമാണ് ഇത് സംഭവിച്ചത്. 1. രണ്ടാമതൊരു ഭാഗം കൂടെ അതിനുണ്ട്. നിങ്ങളവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് പത്രോസിന്റെ വ്യാഖ്യാനം എന്താണ്? ശ്രദ്ധിച്ച 2 കാര്യങ്ങളാണ്. 1, ദൈവം തൻ്റെ മുന്നറിവിനാലും സ്ഥിരനിർണയത്താലും ഏൽപ്പിച്ചു തന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. 2, അധർമ്മികളുടെ, നിങ്ങൾ അവനെ അധർമ്മിയുടെ കയ്യാൽ തറപ്പിച്ച് കൊന്നു. ഒരുപക്ഷെ ഇത് 2ഉം കൂടെ പരസ്പരം നമുക്ക് ചേർക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ മതി. യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് പത്രോസ് പറയുകയാണ്, 1, അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. അപ്പോൾ തന്നെ പറയുകയാണ്, മനുഷ്യൻ്റെ അധർമ്മികളുടെ കയ്യും അതിനകത്തുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. ഇത് 2ഉം യേശു ക്രിസ്തുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പത്രോസ് അവിടെ എടുത്തു പറയുന്നതായിട്ട് കാണുവാൻ കഴിയും. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള പത്രോസിന്റെ വ്യാഖ്യാനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3ാമത്തെ കാര്യം എന്നാണ്, അപ്പം യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നു. 2, കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് പത്രോസ് പ്രസംഗിക്കുന്നു. 3, യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ കുറിച്ചാണ് അടുത്ത് നമ്മൾ കാണുന്നത്. 24-ാം വാക്യം വായിച്ചാട്ടെ. അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇവിടെ യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ച് 24 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പത്രോസിന്റെ പ്രസംഗമാണ്. എങ്ങനെയാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റത് അത് വിശദീകരിക്കുകയാണ്. പത്രോസ് ആദ്യമേ പറയുന്നു, ദൈവമോ അവനെ മരണപാശങ്ങളെ അടിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. പക്ഷേ പത്രോസ് പറയുകയാണ്, മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. എന്നിട്ട് വീണ്ടും 110-ാം സങ്കീർത്തനത്തിലെ ചില ഭാഗങ്ങൾ അവിടെ ഉദ്ധരിച്ചിരിക്കുകയാണ്, കോട്ട് ചെയ്യുകയാണ്. പഴയ നിയമത്തിലെ ഒരു വേദഭാഗം ഇവിടെ ഉദ്ധരിക്കുകയാണ്. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ച് കണ്ടിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തിരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. പിന്നെ അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചെന്നെ നാവാനന്ദിച്ച് എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു, നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും. യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ
110 16 സങ്കീർത്തനമാണ്. 16 സങ്കീർത്തനത്തിന്റെ 8 മുതലുള്ള വാക്യം. ആ സങ്കീർത്തന ഭാഗം എടുത്തുദ്ധരിക്കുകയാണ്. മുമ്പേ യോവേൽ പ്രവചനത്തിലെ ഉദ്ധരണികൾ എടുത്തതുപോലെ തന്നെ ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് പ്രസ്താവിക്കുവാൻ ദാവീദിന്റെ ഒരു സങ്കീർത്തനം എടുത്തുകൊണ്ട് മെശിഹാ സങ്കീർത്തനത്തെ എടുത്ത് ഇവിടെ ഉദ്ധരിക്കുകയാണ്. പഴയ നിയമത്തിലെ ഒരു ഉദ്ധരണി എടുത്ത് പറയുകയാണ്. എന്നിട്ട് കേൾവിക്കാരോട് പറയുകയാണ്, എന്ന് ദാവീദ് അവനെക്കുറിച്ച് പറയുന്നുവല്ലോ. ആരെക്കുറിച്ച്? യേശുക്രിസ്തുവിനെ കുറിച്ച് ദാവീദ് എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? സഹോദരന്മാർ. എന്നിട്ട് പറയാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് അവൻ മരിച്ച് അടക്കപ്പെട്ടെന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായിട്ട് പറയാം. കാരണം എന്താ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ദാവീദിനെ നല്ലതുപോലെ അറിയാം. ദാവീദിനെ അറിയാവുന്ന മാത്രമല്ല, ദാവീദിന്റെ കല്ലറ അവരുടെ ഇടയിലുണ്ട്. അടുത്തങ്ങനെ വായിക്കുന്നില്ലേ? അവന്റെ കല്ലറ ഇന്ന് വരെ നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ ഇത് ദാവീദിനെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ ദാവീദ് മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും അവന്റെ കല്ലറ നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ പിന്നെ ദാവീദ് എങ്ങനെ ഇത് പറയുന്നേ? അപ്പോൾ പത്രോസ് പറയാണ്, എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളോട് പ്രസംഗിക്കാം. കാരണം എന്താ? ഇത് ദാവീദിനെ കുറിച്ചല്ല ദാവീദ് പറഞ്ഞതെന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാം. കാരണം എന്താ? അദ്ദേഹത്തിന്റെ കല്ലറ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ 30 വാക്യം, അവൻ പ്രവാചകനാകിയാൽ, ദാവീദിനെ കുറിച്ച് പറയുകയാണ്, ദൈവം അവന്റെ കുടിപ്രദേശത്ത് നിന്ന്, അവന്റെ കുടിപ്രദേശത്തിന്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് തന്നോട് സത്യം ചെയ്തുറപ്പിച്ചു എന്നറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുമ്പ് കൂട്ടി കണ്ട് പ്രസ്താവിച്ചു. നോക്കുക, ദാവീദ് പ്രവചിച്ചതിനെ കുറിച്ചാണ് ഇവിടെ പത്രോസ് പ്രസംഗിക്കുകയാണ്. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. കണ്ടോ? അപ്പോൾ ഉയർപ്പിനെ കുറിച്ച് അത്ര കൃത്യമായി പഴയ നിയമത്തിൽ നിന്ന് ദാവീദ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ച ഒരു പ്രവചന ഭാഗം 16 സങ്കീർത്തനത്തിൽ നിന്ന് എടുത്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ സ്ഥാപിച്ച് പത്രോസ് കേൾവിക്കാർക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ ജീവിതം, ശുശ്രൂഷ, മരണം, ഉയർപ്പ്. 33 വാക്യം വായിച്ചാട്ടെ. 33 വാക്യം. ആരോഹണം ചെയ്തു. അപ്പം ഉയർപ്പ് കഴിഞ്ഞ് ആരോഹണം. അടുത്തത് നേരെ സ്വർഗാരോഹണത്തിലേക്ക് കടക്കുകയാണ് പത്രോസ്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്ത് ചെയ്തു? അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ഉപദേശപരമായി പഠിക്കുന്നതിൽ ഒരു പ്രധാന വാക്യമാണിത്. നോക്കിയേ, അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. ആത്മസ്നാപകൻ കർത്താവാണെന്ന് നമ്മൾ പഠിപ്പിക്കാറുണ്ട്. പിതാവിന്റെ സന്നിധിയിൽ നിന്ന്, പിതാവിങ്കിൽ നിന്ന് വാങ്ങി അവൻ നമ്മളിലേക്ക് പകർന്നു നൽകുന്നു എന്ന് കൃത്യമായിട്ട് ആ കാര്യങ്ങളെല്ലാം പത്രോസ് അവർക്ക് വ്യക്തമായി കൊടുക്കുകയാണ്. അപ്പൊ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രമല്ല, അവൻ പിതാവിന്റെ സന്നിധിയിലേക്ക്, ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് അവൻ എന്ത് ചെയ്തു? ആരോഹണം ചെയ്തു. എന്തിന് ആരോഹണം ചെയ്ത്? പിതാവിന്റെ കയ്യിൽ നിന്ന് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ആരോഹണത്തെക്കുറിച്ച് പത്രോസ് സംസാരിക്കുകയാണ്. അവിടെയാണ് 110 സങ്കീർത്തനത്തിന്റെ ഒരു വാക്യം കൂടെ കോട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. എന്താ കോട്ട് ചെയ്തത്? ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അവിടെയും പഴയ നിയമ ഭാഗത്തിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തതിനെ കുറിച്ച് പറയുമ്പോൾ ആ വാക്യത്തിൽ പത്രോസ് എടുത്തു പറയുന്നുണ്ട്, നിങ്ങൾ ഈ കാണുകയും ചെയ്യുന്നത് പകർന്നു തന്നു. ദാവീദ് 34 വാക്യം, ദാവീദ് സ്വർഗാരോഹണം
ചെയ്തില്ലല്ലോ. പിന്നെ ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞത്? കർത്താവായ യേശുവിനെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 36 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അപ്പൊ യേശു ക്രിസ്തുവിന്റെ ജീവിതം, ശുശ്രൂഷ, മരണം, ഉയർപ്പ്, സ്വർഗാരോഹണം, ഇത്രയും കാര്യങ്ങൾ വചനാധിഷ്ഠിതമായി തെളിയിച്ച് കേൾവിക്കാരോട് വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം ആ യേശുവിലൂടെ ലഭിക്കുന്ന രക്ഷയെക്കുറിച്ചാണ് തുടർന്നുള്ള വാക്യങ്ങൾ. നോക്കിയേ, 36 വാക്യം. നോക്കുക, ഇവിടെ യേശു ക്രിസ്തു കർത്താവ്. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹം ഒക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. യേശു ക്രിസ്തു കർത്താവാണ്, രക്ഷിതാവാണ്. രക്ഷയുടെ സന്ദേശമാണ് തുടർന്ന് അവരുമായി പത്രോസ് പങ്കുവെക്കുന്നത്. അടുത്ത വാക്യം കൂടെ, അതിന്റെ 39 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാട്ടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് ഇവിടെയാണ് സുവിശേഷത്തിന്റെ, ഞാൻ പറഞ്ഞല്ലോ, രക്ഷയുടെ ദൂത് പത്രോസ് കേൾവിക്കാർക്ക് കൈമാറുകയാണ്. നമ്മൾ ഈ പത്രോസിന്റെ പ്രസംഗത്തെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ നമുക്കറിയാം, വലിയൊരു കൂട്ടം ജനം വിശ്വസിച്ച കർത്താവിലേക്ക് വന്ന ഒരു പ്രധാന പ്രസംഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. രക്ഷയെക്കുറിച്ച് പിന്നീട് പറയുകയാണ്. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെ നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ യേശുവിനെ കുറിച്ച് പറഞ്ഞു വന്ന കാര്യങ്ങൾ എന്താണ്? ദൈവത്തിന്റെ വചനത്തിൽ അധിഷ്ഠിതമായി പ്രവാചകന്മാർ മുൻപ് കൂട്ടി പ്രവചിച്ച ദൈവീയ പ്രവചനത്തിന്റെ നിവൃത്തിയായി യേശുവിന്റെ ജീവിതം, ശുശ്രൂഷ, മരണം, ഉയർപ്പ്, സ്വർഗാരോഹണം, ഈ വക കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി തെളിയിച്ച് കേൾവിക്കാരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു. കേൾവിക്കാർക്ക് അതേ പറഞ്ഞു കൊടുത്തപ്പോൾ അതിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. 37 മുതൽ വായിച്ചു വരുമ്പോൾ, ഇത് കേട്ടിട്ടവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ഹൃദയത്തിൽ കുത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അങ്ങനെ ബൈബിളിൽ പലയിടങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. കൺവിക്റ്റഡ് ഓഫ് സിൻ എന്നാണ് അതിന്റെ ശരിയായ ഒരു, അതായത് പാപബോധം ഉണ്ടായതാണ്. മനസ്സാക്ഷിയിൽ അവർക്ക് പാപബോധം ഉണ്ടാകുകയാണ്. കൃത്യമായിട്ട് നമ്മൾ 36 പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ. അപ്പോഴാണ് അവർക്ക്, അയ്യോ, ഇങ്ങനെ ഒരാളിനെയാണോ ഞങ്ങൾ ക്രൂശിച്ചത്? ഇങ്ങനെ ഒരാളിനോടാണോ ഞങ്ങൾ ഇങ്ങനെ പെരുമാറിയത്? ഇത് കേട്ടിട്ടവർക്ക് ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവർക്ക് അവരുടെ പാപത്തെക്കുറിച്ച് ബോധം വന്നു. ഇത് മശീഹായിരുന്നല്ലോ, സാക്ഷാൽ രക്ഷകനായിരുന്നല്ലോ എന്നൊരു കൂട്ടം ആളുകൾക്ക് തങ്ങളുടെ ഉള്ളിൽ ബോധം വന്നപ്പോൾ അവർ ഹൃദയത്തിൽ അവർക്ക് പാപബോധമുണ്ടായി. നാം എപ്പോഴും മനസ്സിലാക്കേണ്ടത്, സുവിശേഷം പാപബോധമുളവാക്കുന്നതാണ്, മനുഷ്യനെ പാപബോധത്തിലേക്ക് നയിക്കുന്നതാണ്. ഒരുപക്ഷെ ദൈവവചനത്തിന്റെ മുഴുവൻ 66 പുസ്തകങ്ങളുടെയും മുഴുവനായുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യനെ പാപബോധത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ തിരുവചനത്തിന്റെ പ്രമേയം തന്നെ. അതുണ്ടാകുമ്പോഴാണ് മനുഷ്യന് ജീവദായകന്റെ അടുക്കിലേക്ക് ഒരു മടങ്ങിവരവ് ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ പാപബോധവും ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതും സൈമൾട്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ്. ദൈവത്തെങ്കിലേക്ക് തിരിയാത്തൊരു മനുഷ്യന് പാപബോധം ഉണ്ടാകത്തില്ല. പാപബോധം ഉണ്ടാകുന്ന ഒരു മനുഷ്യൻ ദൈവത്തെങ്കിലേക്ക് തിരിയും. ഇത് രണ്ടും ഒരുപോലെ നടക്കുന്നൊരു കാര്യമാണ്. അതാണ് ഇവിടെ കാണുന്നത്. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരെ, പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മനസ്സാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന
ദാനം നിങ്ങൾക്ക് ലഭിക്കും. രണ്ട് കാര്യങ്ങൾ അവിടെ ശ്രദ്ധേയമാണ്. നമ്മൾ ദൈവസഭയുടെ ഉപദേശപരമായ വിഷയങ്ങൾ പഠിക്കുമ്പോഴും ഈ 37 മുതൽ 42 മുതൽ വരെയുള്ള വാക്യങ്ങൾ ഉപദേശപരമായി നമ്മളതിനെ പഠിക്കാറുണ്ട്. എന്നാൽ നമ്മളിന്ന് ചിന്തിച്ചു വരുന്ന വേദഭാഗത്തോട് ബന്ധപ്പെടുത്തി ആ പ്രസംഗത്തെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. അവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദൈവം നൽകുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനം. ഒരുവൻ ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ തെറ്റുകളെക്കുറിച്ച് അനുതപിച്ച് ഏറ്റുപറയുമ്പോൾ, ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോൾ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അവൻ്റെ പാപമോചനമാണ്. അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ മായിച്ചു കളഞ്ഞ്, അന്നുവരെ അവൻ ചെയ്ത പാപപ്രവൃത്തികളെ മായിച്ച് അവനെ ഒരു പുതിയ ജീവിതത്തിലേക്ക് നയിക്കുന്ന അനുഭവത്തിനാണല്ലോ നമ്മൾ മനസാന്തരം എന്ന് പറയുന്നത്. ഒരുവൻ ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ, കർത്താവിങ്കിലേക്ക് അവൻ വരുമ്പോൾ, ദൈവത്തെങ്കിലേക്ക് അവൻ തിരിയുമ്പോൾ അവന് സംഭവിക്കുന്നത് പാപങ്ങളുടെ മോചനം. രണ്ട്, പരിശുദ്ധാത്മാവെന്ന ദാനം അവന് ലഭിക്കും. ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം. എന്തിനാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുന്നത്? നമുക്കറിയാം, വീണ്ടും ജനനം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ദൈവവചനത്താൽ നമ്മുടെ ഉള്ളത്തിൽ വീണ്ടും ജനനം ഉണ്ടാകുന്നത്, പുതുജീവനിലേക്ക് നമ്മെ നയിക്കുന്നത് ആ പ്രവൃത്തി പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ജനന അനുഭവത്തിലേക്ക് ഒരു പുതു സൃഷ്ടിയാക്കി നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മളിലേക്ക് പകരുന്നു. രണ്ട് പ്രധാന കാര്യങ്ങൾ. അതിനിടയ്ക്ക് പല പ്രോസസ്സുകളുണ്ട്. നമുക്കറിയാം എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതും, എങ്ങനെയാണ് മനസാന്തര അനുഭവങ്ങളിൽ നമ്മൾ തുടരുന്നതും, എങ്ങനെയാണ് അത് കർത്താവിൻ്റെ സാക്ഷിയാകുന്ന ഈ കാര്യങ്ങളെല്ലാം ഇതിനുള്ളിലുണ്ട്. അത് ഉപദേശപരമായി നമുക്കതിന് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ്. എന്നാൽ പ്രധാനമായി രണ്ട് കാര്യമാണ്. ഒന്ന്, യേശുവിനെങ്കിലേക്ക് ഒരുവൻ തിരിയുമ്പോൾ പാപത്തിൽ നിന്ന് പാപബോധവനുണ്ടാകുന്നു, മനസാന്തര അനുഭവനുണ്ടാകുന്നു. പാപമോചനം അവനെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ദാനം അവന് ലഭിക്കുന്നതോടൊപ്പം അവനൊരു പുതിയ സൃഷ്ടിയായിത്തീരുന്നു. ഈ വിലയേറിയ വാഗ്ദത്തമാണ് ഒരുവൻ യേശുവിലേക്ക് വരുമ്പോൾ ലഭ്യമാകുന്നത്. വാസ്തവത്തിൽ നമ്മുടെ ആത്മീയജീവിതത്തിൻ്റെ സംക്ഷിപ്തമായിട്ട് അങ്ങനെ പറയാൻ കഴിയും. നമ്മുടെ പാപവഴികളെ വിട്ടുതിരിഞ്ഞ് മനസാന്തര അനുഭവത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം പാപമോചനമാണ്. ഈ ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ നമുക്കറിയാം, ഉലകത്തിലുള്ള ഗുരുക്കന്മാർക്കോ തത്വസംഹിതകൾക്കോ ആശയങ്ങൾക്കോ ഒന്നും സാധ്യമല്ല. നല്ല നിർദ്ദേശങ്ങൾ തരുവാൻ, നല്ല സാധന പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുവാനൊക്കെ മനുഷ്യന് കഴിഞ്ഞെന്ന് വരാം. എന്നാൽ ആത്യന്തികമായി മനുഷ്യനെ വേട്ടയാടിയിരിക്കുന്ന, മനുഷ്യനെ അധർമ്മ പ്രവൃത്തികളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന പാപ സ്വഭാവത്തിൽ നിന്ന് അവനെ രക്ഷിക്കുവാൻ, പാപത്തിൽ നിന്ന് അവനെ കരകയറ്റുവാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന് മാത്രമേ അത് കഴിയുകയുള്ളൂ. യേശു ക്രിസ്തുവിലൂടെയാണ് പാപമോചനം. അത് വളരെ കൃത്യമായി പത്രോസ് ഇവിടെ സ്ഥാപിക്കുകയാണ്. അപ്പോൾ ഒരുവൻ ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോൾ അവന് പാപമോചനമുണ്ടാകുന്നു. ഇനി ആ പാപമോചിക്കപ്പെട്ട സ്ഥാനത്ത് അവനെ ഒരു പുതിയ സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടിയാണ് പിതാവ് തൻ്റെ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നത്. ഒരു പുതിയ രൂപാന്തരപ്പെട്ട അനുഭവത്തിൽ നമ്മെ ആക്കി തീർത്ത് പിതാവിൻ്റെ സന്നിധി നമ്മെ എത്തിക്കുവാൻ നമുക്ക് ദൈവം വാഗ്ദത്തം ചെയ്തതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഈ രണ്ട് പ്രധാന കാര്യങ്ങളാണ് സുവിശേഷത്തിനുള്ളിൽ വാഗ്ദത്തമായി ഇവിടെ പത്രോസ് പ്രസ്താവിക്കുന്നത്. രണ്ട് പ്രധാന കാര്യങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദത്തമായി ഇവിടെ പത്രോസ് പ്രസ്താവിക്കുകയാണ്. നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ അങ്ങനെ എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഉപദേശപരമായതിനകത്ത് സ്നാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ സ്നാനമേൽക്കണം എന്നവിടെ പറയുന്നുണ്ട്. നിശ്ചയമായിട്ടും യേശുവിനെ കർത്താവായി തങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവപൈതൽ പരസ്യമായി സാക്ഷിക്കുന്നതിന് കർത്താവിൻ്റെ കൽപ്പനയാകുന്ന ജലസ്നാനം ഏൽക്കണം എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പരസ്യമായവരുടെ വിശ്വാസത്തെ പ്രസ്താവിക്കുന്നതാണ് ജലസ്നാനം. 39-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ തലമുറയ്ക്കുമുള്ളതാണ്. നിങ്ങൾക്ക് മാത്രമല്ല, ഈ കൂടിയിരുന്ന 120 മേൽ മാത്രമല്ല, ഈ കേൾവിക്കാരായ നിങ്ങൾക്ക് മാത്രമല്ല, വരുവാനുള്ള തലമുറയ്ക്കുമുള്ളതാണ്. ഇന്ന് രാത്രി നമ്മളുമൊക്കെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിന് കാരണം അതാണ്.
പത്രോസ് പറഞ്ഞതിൻ്റെ അന്ന് ആ പ്രസംഗത്തിന് അതിനകത്ത് അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് മാത്രമല്ല, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും, പിന്നെ നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ, അപ്പോൾ ഇവിടെ ഇസ്രായേൽ മക്കളെ, ഇസ്രായേൽ പുരുഷന്മാരെ എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിലുള്ള യഹൂദ ജനമാണെങ്കിൽ തന്നെ നമുക്കറിയാം, അന്ന് യഹൂദന്മാർ പലയിടങ്ങളിൽ ചിതറി, ഡയസ്പോറ അല്ലെങ്കിൽ ചിതറിപ്പാർക്കുന്ന യഹൂദന്മാരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അവരെക്കുറിച്ചായിരിക്കാം പ്രത്യക്ഷത്തിൽ പറഞ്ഞിരിക്കുന്നതെങ്കിലും ഓക്കെ, ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ. ആ ഏവർക്കും എന്നുള്ളതിനകത്ത് എല്ലാവരും പെടും, നമ്മളെല്ലാവരും പെടും. അപ്പോൾ വാഗ്ദത്തം നിങ്ങൾക്ക് മാത്രമല്ല, ആ 1-ാം നൂറ്റാണ്ടിൽ കൂടിയിരുന്നവരുടെ മേൽ മാത്രമല്ല, യേശുവിനെ കൈക്കൊള്ളുന്നവർക്കുള്ള പാപമോചനം അന്ന് ജീവിച്ചിരുന്ന ആളുകൾക്ക് മാത്രമല്ല, യേശുവിനെ നേരിൽ കണ്ടിട്ടുള്ളവർക്ക് മാത്രമല്ല, പിന്നെ നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ തലമുറകൾക്ക്, ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതാണ്. ഒരു കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്, കർത്താവ് വിളിച്ചു വരുത്തുന്ന. നോക്കി, അങ്ങനെ ഒരു പദം അവിടെ പറയുന്നുണ്ട് ഇല്ലേ? നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന, അങ്ങനെ ഒരു വിളിയുണ്ട് അതിനകത്ത് കേട്ടോ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പം വിളിച്ചു വരുത്തുന്ന ഏവർക്കും, അങ്ങനെ ഒരു കാര്യം അതിനകത്തുണ്ട്. അപ്പൊ ഈ വാഗ്ദത്തം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്നവർ. അപ്പം ദൈവത്തിൻ്റെ വിളിയോടൊപ്പം ഇത് എല്ലാവർക്കും ലഭ്യമാണ്. ദൈവത്തിൻ്റെ വിളിക്കകത്ത് ഇതെല്ലാവർക്കും ലഭ്യമാണ് എന്നാണ് നമുക്കതിനെ മനസ്സിലാക്കുവാൻ കഴിയും. 40-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. അതാ ഞാൻ പറഞ്ഞു മുമ്പേ, പ്രസംഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പത്രോസിൻ്റെ ആ പ്രസംഗത്തിനകത്ത് ഇനിയും പല കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം ഈ പ്രസംഗത്തിനകത്ത് വന്നിട്ടില്ല. ഈ പ്രസംഗത്തെക്കുറിച്ച് വേദചിന്തകന്മാർ പറയുന്നത് ഒരു 3 മിനിറ്റിൻ്റെ പ്രസംഗമാണെന്നാണ് പറയുന്നത്. ഇത്രയും പ്രസംഗം ചെയ്ത് തീർക്കാൻ 3 മിനിറ്റേ വേണ്ടി വരത്തുള്ളൂ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സംക്ഷിപ്തമായിട്ടാണ് പരിശുദ്ധാത്മാവ് ലൂക്കോസിലൂടെ നമുക്കിത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 40 പറയുന്നു മറ്റു പല വാക്കുകളല്ല. അപ്പോൾ പ്രസംഗം കുറച്ചുകൂടെ പോയി കാണും. പല കാര്യങ്ങൾ പത്രോസ് അവരോട് പറഞ്ഞ് പ്രബോധിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലക്ഷ്യം എന്താണ്? ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീനെന്ന് പറഞ്ഞു. വക്രതയുള്ള തലമുറയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടണം. ആ പല വാക്കുകളാലും അവരെ പ്രബോധിപ്പിച്ചതിൻ്റെ എല്ലാം സാരം അതാണ്. നിങ്ങൾ വിശ്വസിച്ച്, കർത്താവിനെ വിശ്വസിച്ച് മുന്നോട്ട് വന്നൊരു കൂട്ടം, നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ഇതാണ്. നിങ്ങൾ നിങ്ങളുടെ പഴയ വഴി വിട്ടുതിരിഞ്ഞ്, നിങ്ങളുടെ പാപപ്രവൃത്തികളെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിൻ്റെ വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം നിങ്ങളുടെ മേൽ തന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെട്ടുകൊള്ളണം. അല്ലെങ്കിൽ വക്രതയുള്ള തലമുറയിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കുന്നവരായിത്തീരണം. ആ പുതിയ സമൂഹത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് പത്രോസ് അവിടെ എടുത്തു പറയുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ആ പ്രസംഗം കേട്ടവരുടെ, അല്ലെങ്കിൽ ആ പ്രസംഗം കേട്ട് കർത്താവിനെ കൈക്കൊണ്ടവരുടെ ഒരു ലിസ്റ്റ് അവിടെ എഴുതിയിട്ടുണ്ട്. 41-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, വായിച്ചാട്ടെ 41. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, 3000-ഓളം പേർ അവരോട് ചേർന്നു. അപ്പോൾ ഈ പ്രസംഗത്തെക്കുറിച്ച് നമ്മൾ പല നിലയിൽ ചിന്തിക്കാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ആ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, യേശു ക്രിസ്തുവിൻ്റെ ജീവിതം, ശുശ്രൂഷ, മരണം, ഉയർപ്പ്, സ്വർഗാരോഹണം, തൽഫലമായി ഉണ്ടാകുന്ന രക്ഷയുടെ സന്ദേശം. ഈ തലമുറയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അപ്രകാരം വിശ്വസിച്ച് മുന്നോട്ട് വരുന്ന ഒരു ദൈവവേദനുണ്ടാകുന്ന 2 പ്രധാന വാഗ്ദത്തം, പാപമോചനവും അതേ പരിശുദ്ധാത്മാവിൽ ഒരു പുതുജീവനും ദൈവനും നൽകുന്നുവെന്ന് മാത്രമല്ല, ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിപ്പാനുള്ള നിർദ്ദേശവും കൂടെ നൽകിക്കഴിഞ്ഞ് പത്രോസ് ഈ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവരെന്ന് പറയുമ്പോൾ എത്ര പേർ അവിടെ ഓൾറെഡി ഉണ്ട്? 120 പേരുണ്ട്.
അപ്പം 120 പ്ലസ് 3000 എത്രയായിപ്പോൾ? 3120 പേരായിട്ടത് വർദ്ധിക്കുകയാണ്. എത്ര ശതമാനമാണ് അവർക്ക് വർധനമുണ്ടായെന്ന് നോക്കുക. അപ്പോൾ ഈ ദൈവിക സന്ദേശത്തിൻ്റെ മുമ്പിൽ അവൻ്റെ വാക്ക് കൈക്കൊണ്ട് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവസഭയോട് ചേരുവാൻ ഇത്രയധികം പേർ ഒരുമിച്ച് വന്നു. ഈ പ്രസംഗത്തെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 2-ാം അധ്യായം 37 മുതൽ വിശദമായി നമുക്ക് പഠിക്കേണ്ട വിഷയങ്ങളാണ്. അതിനകത്ത് മാനസാന്തരം, രക്ഷ, സ്നാനം, പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മ നിറവ്, അതുപോലെ താഴോട്ട് നമ്മൾ വരുമ്പോൾ പിന്നീടുള്ള വേർപെട്ട ജീവിതം, 43 മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ അവർ ഒരുമിച്ചുകൂടി അനുഷ്ഠിച്ചതായ അപ്പനുറുക്ക്, പ്രാർത്ഥന, കൂട്ടായ്മ, ഇതെല്ലാം നമുക്ക് ഉപദേശപരമായി പഠിക്കേണ്ട വിഷയങ്ങളാണ്. അടിസ്ഥാനപരമായി പല വിഷയങ്ങൾ നമ്മളങ്ങനെ വേർതിരിച്ച് പഠിക്കാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ആ പ്രസംഗത്തോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മൾ ഒരാളോട് പറയുമ്പോൾ, ഒരിക്കലും എൻ്റെ ഒരു സ്നേഹിതനെ കുറിച്ച് പറഞ്ഞൊരു ചിന്ത പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും ഈ വിശ്വാസ സന്ദേശത്തെക്കുറിച്ച് പലരോട് പറയുമ്പോൾ യേശുവിനെക്കുറിച്ച് അവരോട് പ്രസംഗിക്കാം. യേശു പാപമോചകനാണ്, നിന്നെ രക്ഷിക്കുന്ന രക്ഷകനാണ്, നിത്യജീവനിലേക്ക് നിന്നെ നയിക്കുവാൻ യേശുവിന് കഴിയും എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കത്തെ പലപ്പോഴും നമ്മൾ ലഘൂകരിക്കാൻ വേണ്ടി അതിനകത്തെ പ്രധാനപ്പെട്ട പലതും വിസ്മരിച്ചു പോകാറുണ്ടെന്നൊരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു. അപ്പം ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പത്രോസിൻ്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് പത്രോസ് പ്രസംഗിച്ചത്. അതിനകത്ത് എന്തെല്ലാം ഉണ്ട്? രക്ഷയുണ്ട്, പിന്നെ സ്നാനമുണ്ട്, പരിശുദ്ധാത്മ നിറവുണ്ട്, വേർപാടുണ്ട്. ഇതെല്ലാം ചേർത്താണ് പത്രോസ് എന്ത് ചെയ്തത്? ആദ്യ പ്രസംഗത്തിൽ തന്നെ കേൾവിക്കാർക്ക് പറഞ്ഞു കൊടുത്തത്. ചിലപ്പോഴെങ്കിലും നമ്മൾ ഇതിനകത്ത് ചിലതൊക്കെ ഒഴിവാക്കി സംസാരിക്കാറുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പത്രോസ് കേൾവിക്കാർക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ സമസ്തമായ അല്ലെങ്കിൽ സമഗ്രമായൊരു സുവിശേഷമാണെന്ന് പത്രോസ് അവർക്ക് പ്രസന്റ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തി. അടുത്ത ഭാഗം നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെയാണ് താഴോട്ട് ആ കമ്മ്യൂണിറ്റിയുടെ ചില പ്രത്യേകതകളാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഞാൻ ഈ സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞ് ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കാം. നമ്മുടെ സമയം അവസാനിക്കും. 43 മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ ആ പുതിയ കമ്മ്യൂണിറ്റിയുടെ ചില പ്രത്യേകതകളെക്കുറിച്ചാണ്. അത് ദൈവം വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. ഒരു പുതിയ സമൂഹമായി ഒരു മാറിയപ്പോൾ എന്തായിരുന്നു അവരുടെ അനുഭവം? 1-2 കാര്യങ്ങൾ ഉപസംഹാരമായി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇന്ന് സുവിശേഷത്തിൻ്റെ ഇന്നത്തെ പ്രസക്തി നമുക്കറിയാം. ഇന്നും സുവിശേഷ സന്ദേശങ്ങളുടെ പ്രസക്തി കുറഞ്ഞു പോയിട്ടില്ല. 3 കാര്യങ്ങൾ അവിടെ പത്രോസ് ഇത് വിശദീകരിക്കുന്നതിൽ നിന്ന് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുക്രിസ്തു ജീവിച്ചിരുന്നു, അവൻ്റെ ശുശ്രൂഷയും അവൻ്റെ ജീവിതവും യാഥാർത്ഥ്യമായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ടാണ് പത്രോസ് പ്രസംഗിച്ചത്. അപ്പോൾ ഇന്നത്തെ സുവിശേഷീകരണത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുവിനെ നാം മറ്റുള്ളവർക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ അത് വസ്തുതാപരമായി അത് തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. യേശു ഒരു ചരിത്ര പുരുഷനായിരുന്നു, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് പത്രോസ് വളരെ വ്യക്തമായി പറയും, നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച, നിങ്ങളുടെ നടുവിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. നിങ്ങളുടെ നടുവിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ശക്തിയാലും ദൈവം നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച കാര്യങ്ങൾ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ അത് ഫാക്റ്റാണ്, യാഥാർത്ഥ്യമാണ്. ഇന്നും സുവിശേഷം നമ്മൾ പ്രസംഗിക്കുമ്പോൾ മറ്റ് യുഗപുരുഷന്മാരെക്കാൾ അല്ലെങ്കിൽ മറ്റുള്ള സാങ്കല്പിക വ്യക്തികളെക്കാളൊക്കെ ഉപരിയായി യേശുവിനെക്കുറിച്ച് നമുക്ക് പ്രസംഗിക്കുവാൻ കഴിയുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ട്, യേശു ക്രിസ്തു ചരിത്ര പുരുഷനായിരുന്നു. അത് വസ്തുതയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്നത്തെ സുവിശേഷീകരണത്തിൽ നാം പ്രധാനമായി ഓർത്തിരിക്കേണ്ട 2-3 കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിച്ചത്. ഇവിടെ 2 കാര്യങ്ങൾ അതിന് പത്രോസ് ഉറപ്പായി പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പഴയ നിയമത്തിലെ പ്രവചനം എവിടുന്നെങ്കിലും വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ യാദൃച്ഛികമായി സംഭവിച്ച ഒരു കാര്യമെന്നുള്ള നിലയിലല്ല. നമ്മൾ കണ്ടു, പഴയ നിയമ ഉദ്ധരണികൾ എടുത്തുകൊണ്ട് പഴയ നിയമത്തിലെ പ്രവാചകന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ച തിരുവചനത്തിൻ്റെ നിവർത്തിയാണിത്.
രണ്ടാമതായിട്ട് പത്രോസിന്റെ പ്രസംഗങ്ങളിലെല്ലാം നമ്മൾ ആവർത്തിച്ച് കാണുന്നൊരു കാര്യമുണ്ട്. 2-ാം അധ്യായം 32-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിച്ചു. 2:32 ഒന്ന് വായിച്ചാട്ടെ. 2:32 അടുത്തത് അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാണ്. ഇതൊരു ഫാക്റ്റ് ആണെന്നുള്ളതിന്റെ നമുക്കറിയാം. ദൈവവചനം തന്നെ പറയുന്നുണ്ട് 2 സാക്ഷികളുടെ മൊഴിയാൽ ഏത് കാര്യം ഉറപ്പാണ്. അപ്പോൾ ഒന്ന്, പഴയ നിയമത്തിലെ ഉദ്ധരണി എടുത്തിട്ട് പറയുന്നു യേശു ചരിത്ര പുരുഷനാണ്. പ്രവാചകന്മാർ മുമ്പ് കൂട്ടി പ്രവചിച്ച ആ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് യേശു. അതൊന്നാമത്തെ സാക്ഷ്യമാണെങ്കിൽ 2 പറയാണ് ഞങ്ങളതിന്റെ സാക്ഷികളാണ്. വി ആർ ദ വിറ്റ്നസസ്. ഞങ്ങളതിന്റെ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ആ കാര്യം ഉറപ്പാണ്. അപ്പോൾ വസ്തുതാപരമായി തെളിയിക്കുവാൻ യേശു ക്രിസ്തുവിൻ്റെ അവൻ ചരിത്രപുരുഷനും തെളിയിക്കുവാൻ ഈ 2 സാക്ഷികൾ, ഒന്ന് ദൈവവചനത്തിൻ്റെ ആധികാരികതയും, 2 ഞങ്ങൾ അവൻ്റെ സാക്ഷികൾ. അതവിടെ മാത്രമല്ല, 2-ാം അധ്യായം 32-ാം വാക്യത്തിൽ, 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ, 5-ാം അധ്യായത്തിന് 32-ാം വാക്യം, 10-ാം വാക്യത്തിന് 39-ാം വാക്യം, ഇങ്ങനെ പല വാക്യങ്ങളിൽ പത്രോസ് എടുത്തു പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ അവൻ്റെ സാക്ഷികളാണ്. അപ്പോൾ സുവിശേഷത്തിലെ സംഭവങ്ങളെ വസ്തുനിഷ്ഠമായി പ്രസ്താവിപ്പാൻ നമുക്ക് കഴിയണം. 2 സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ വചനവും അന്ന് അപ്പോസ്തലന്മാർ അവൻ്റെ സാക്ഷികളായതുപോലെ രാത്രി ഇവിടെ ഇരിക്കുന്ന നമുക്കും പറയാൻ കഴിയും, നാം അവൻ്റെ സാക്ഷികളാണ്. പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിച്ച അനുഭവങ്ങളുണ്ടല്ലോ. ദൈവത്തെ അറിയുവാൻ, കർത്താവിലേക്ക് വരുവാൻ നമുക്ക് ലഭിച്ച അനുഭവം ഉണ്ടല്ലോ. അതാണ് നമ്മെ സാക്ഷീകരിക്കുവാൻ ശക്തീകരിക്കേണ്ടത്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളതിനെക്കുറിച്ച് കേട്ടു. നമുക്ക് തന്നിരിക്കുന്ന വിലയേറിയ അനുഭവങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ സുവിശേഷത്തിൻ്റെ സംഭവങ്ങൾ അത് കാലഹരണപ്പെട്ടതൊന്നല്ല, അത് ചരിത്ര വസ്തുതയാണ്. അതിനെ നമ്മൾ ഓർപ്പിക്കുന്നു. 2 നമ്മളതിൻ്റെ സാക്ഷികളാണ്. 3 സുവിശേഷം നൽകുന്ന വാഗ്ദത്തം കാലഹരണപ്പെട്ടു പോയിട്ടില്ല. ഇന്നും പാപമോചനവും വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആര് തങ്ങളുടെ കുറവുകളെയും പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വരുന്നുവോ, അവൻ്റെ പാപങ്ങളെ മോചിച്ച് അവൻ്റെ കഴിഞ്ഞകാല ജീവിതങ്ങളെ മായ്ച്ചു കളഞ്ഞ് ഒരു പുതുജീവിതത്തിലേക്ക് അവനെ നയിക്കുന്നു എന്ന് മാത്രമല്ല, പിതാവിന്റെ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ വിളിച്ചു വരുത്തുന്ന ഏവർക്കും നൽകുവാൻ അവൻ വിശ്വസ്തനായ ദൈവമായി ഇന്നും ആ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവപ്രവൃത്തിക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സുവിശേഷം എല്ലാ കാലഘട്ടങ്ങളിലും ഉള്ളതാണ്. ഇതാണ് ഈ തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ 4-മതായി ഒരു കാര്യം കൂടെ ഓർപ്പിക്കുക. അവിടെ വാഗ്ദത്തങ്ങൾക്കകത്ത് ചില കണ്ടീഷനുണ്ട്. നിശ്ചയമായിട്ടും ചില കണ്ടീഷനുണ്ട്. നമ്മൾ പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന വ്യക്തികൾക്ക് ചില വ്യവസ്ഥകൾ ദൈവം വെച്ചിട്ടുണ്ട്. അവൻ മാനസാന്തരം, അവൻ്റെ പാപത്തെക്കുറിച്ച് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് എന്തു ചെയ്യണം? അവൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ആ കണ്ടീഷൻ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അവർ ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ചില കണ്ടീഷൻസ് അവിടെ പറയുന്നുണ്ട്. അത് പാലിക്കുവാൻ അവർ കടപ്പെട്ടതാണ്. യേശു ക്രിസ്തുവിൻ്റെ ഈ സംഭവങ്ങളെ 3 നിലയിലാണ് ചരിത്രകാരന്മാർ, വേദപണ്ഡിതന്മാർ അതിനെ അപഗ്രഥിച്ചിരിക്കുന്ന. 1 ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം ചരിത്രപരമായി വസ്തുതാപരമായി സംഭവിച്ച കാര്യങ്ങളാണ്. 2 ആ സംഭവങ്ങൾക്കെല്ലാം ഉപദേശപരമായി അല്ലെങ്കിൽ ആഴമായ അർത്ഥങ്ങൾ അതിനെല്ലാം ഉണ്ടായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ മരണം കേവലം ഒരാകസ്മികമായൊരു സംഭവമല്ല, മറിച്ച് മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായി പിതാവായ ദൈവം മുൻകൂട്ടി നിർണയിച്ചതായ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള ആ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്നാണ് പത്രോസിൻ്റെ പ്രസംഗത്തിൻ്റെ കാതലായ സന്ദേശം എന്ന് പറയുന്നത്. 3 അത് അന്ന് ജീവിച്ചിരുന്നവർക്ക് വേണ്ടി മാത്രമല്ല, തലമുറകൾക്കും ദൈവം വിളിച്ചു വരുത്തുന്ന ഏവർക്കുമുള്ളതാകയാൽ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നമുക്കും, അല്ല കർത്താവ് വരാൻ താമസിച്ചാൽ ഇനിയും ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഇനിയുമുള്ള തലമുറകൾക്കും ഒരുപോലെ പാപമോചനത്തിനും നിത്യജീവനുമായി ദൈവം നൽകിയിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം. ദൈവജനമേ, ഇത് വിശ്വസിക്കുവാനും ദൈവകൃപയിലേക്കായിത്തീരുവാനും ദൈവം നമുക്ക് ഭാഗ്യം തന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതിനൊപ്പം തന്നെ ഞാനും നിങ്ങളും ഈ സുവിശേഷത്തിൻ്റെ സാക്ഷികളാണ്. ലജ്ജ കൂടാതെ കർത്താവിൻ്റെ സാക്ഷികളായിരിക്കാൻ
ഞാൻ പറഞ്ഞല്ലോ, കേവലം ഒരു ചരിത്ര സംഭവമായി ചരിത്രകേടുകളിൽ മറഞ്ഞുപോയൊരു സംഭവമല്ല യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ, യേശുക്രിസ്തുവിന്റെ മരണം, അവന്റെ ഉയർത്തെഴുന്നേൽപ്പ്, അവന്റെ സ്വർഗാരോഹണം, ഇതെല്ലാം വസ്തുതാപരമായി തെളിയിക്കപ്പെടുക മാത്രമല്ല, ദൈവവചനത്തിന്റെ സാക്ഷ്യം നിന്നുകൊണ്ട്, ദൈവവചനം സാക്ഷ്യം നിന്നുകൊണ്ട്, അപ്പോസ്തലന്മാർ സാക്ഷ്യം നിന്നുകൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇന്നും അത് അജയ്യമായി തുടരുന്നതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം തരും നമുക്ക് തരുന്ന ആയുസ്സിന്റെ നാളുകളും ഈ മാറ്റമില്ലാത്ത സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിപ്പാൻ നമുക്ക് ദൈവം കൃപ നൽകട്ടെ. അതിനായി നമ്മെ ഒന്നുകൂടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരൊരാൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ.